ആയിട്ടുള്ള നല്ലൊരു ഞണ്ടിൻ്റെ കറിയാണ്. ചോറിൻ്റെ കൂടെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ചോറിൻ്റെ കൂടെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ഞണ്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. 2 വലിയ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 100 ഗ്രാം ചെറിയ ഉള്ളി കട്ട് ചെയ്തത്, ഇഞ്ചി വെളുത്തുള്ളി ചെറിയ പീസായി കട്ട് ചെയ്തതും കറിവേപ്പിലയും, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ വലിയ ജീരകവും ചേർത്ത് പൊടിച്ചെടുത്തതാണിത്. പിന്നെ 2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ഉലുവ, പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങാപ്പാലും എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളിനി ഇതൊരു ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചട്ടി എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കത് ചൂടാവുമ്പോൾ ആവശ്യത്തിനുള്ള വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ആദ്യം ചേർക്കേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ചേർത്ത ഉടനെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റി മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് ചെറിയ ഉള്ളി ചേർക്കുന്നതിന് പകരം സവാള ചേർക്കുന്നവർക്ക് ചേർക്കാം. പക്ഷേ ചെറിയ ഉള്ളിക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഈ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കൊടുക്കും ചെറിയ ഉള്ളി ആണെങ്കിൽ. അപ്പോൾ ഈ ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് നല്ല പോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് തക്കാളിയും കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ തക്കാളിയും കൂടി നല്ല പോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൗഡറെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി എല്ലാം ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പെപ്പർ പൗഡർ നമുക്ക് ലാസ്റ്റ് മാത്രമേ ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ ഇത്രയും പൗഡർ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ പൊടികളെല്ലാം ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സായി വരണം. ഇത് കരിഞ്ഞു പോവാതെ നോക്കണം, കാരണം ഭയങ്കര ഡ്രൈ ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. അല്പം മതി. നമുക്ക് കുറച്ച് കഴിഞ്ഞ് തേങ്ങാപ്പാൽ ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യത്തിൽ അത്ര വരുന്നില്ല. കുറച്ച് മാത്രം ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അത് ഈ പൊടികളും ഈ മസാലയൊക്കെ ചേർന്ന് ഒന്ന് നല്ല പോലെ ഒന്ന് സെറ്റായി വരാനാണ് നമ്മളിപ്പോൾ വെള്ളം ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത വെള്ളമൊക്കെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ലൊരു സ്മെല്ലും വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ക്രാബ് എടുത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഈ മസാലയൊക്കെ ചേർത്ത് നല്ല പോലെ ഈ ക്രാബിനെ ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് പണിയാണ് ക്രാബിനെ ഒന്ന് തിരിച്ചും മറിച്ചും ഇടാനായിട്ട്. എന്നാലും ഒന്ന് എല്ലാ സ്ഥലത്തും ഈ മസാല ഒന്ന് പിടിപ്പിച്ചെടുക്കുക. അപ്പം നമ്മുടെ മസാലയൊക്കെ ക്രാബിൽ നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ക്രാബിൻ്റെ മുകളിലായിട്ട് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക.
അപ്പോൾ നമ്മുടെ എല്ലാ മസാലയും പെപ്പർ പൗഡറും എല്ലാം ക്രാബിൽ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. കുറേ തേങ്ങാപ്പാലിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ ചേർത്തതുപോലെ തേങ്ങാപ്പാൽ ചേർത്തിട്ട് നമുക്കിത് വറ്റിച്ചെടുക്കണം. അപ്പോൾ കൂടുതൽ തേങ്ങാപ്പാലാകുമ്പോൾ നമുക്ക് വറ്റിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഈ ക്രാബിൻ്റെ കളർ ചേഞ്ച് കണ്ടോ? ഈ ഒരു ഓറഞ്ചിഷ് കളറായിട്ടുണ്ട്. ഈ സമയത്താണ് ഈ ക്രാബ് വെന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾ നേരത്തെ ഇട്ടപ്പോഴുള്ള കളറല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്കിനി ഈ തേങ്ങാപ്പാലൊന്ന് വറ്റി വരുന്നത് വരെ ഇതുപോലെ തിളപ്പിക്കണം. ഇതൊരു കുറുകി വന്നാലാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് വരുള്ളൂ. ഈ ഒരു ടെക്സ്ചറിൽ നമുക്ക് ഈ കറി യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ടേസ്റ്റ് ഉണ്ടാവുക കുറച്ചുകൂടി വറ്റി വന്നാലാണ്. അപ്പം നമുക്കിത് തുറന്നിട്ടിട്ട് തന്നെ നല്ലപോലെ തിളപ്പിച്ചിട്ട് വറ്റിച്ചെടുക്കാം. അപ്പം നമ്മുടെ കറി ഇവിടെ കുറച്ചുകൂടി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. കാരണം നമ്മുടെ കറി ഓഫ് ചെയ്തിട്ട് തണുത്ത് വരുമ്പോഴത്തേനും കുറച്ചും കൂടി കുറുകി വരും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം ആകുമ്പോഴത്തേനും കറീൻ്റെ തിക്നെസ് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ഞണ്ട് വറ്റിച്ചത് നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു റെസിപ്പിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചോറിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.